കണ്ടിരിക്കുക. 50 വർഷം തികയുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച സുവർണ ജൂബിലി ആഘോഷം അടുത്ത മാസത്തോടെ അവസാനിക്കുകയുമാണ്. ഈ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരു പുസ്തകാസ്വാദന സദസ്സ് നടത്താൻ നമ്മൾ തീരുമാനിച്ചിരുന്നു. ആ സദസ്സാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ നടത്തുന്നത്. ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റഡി സർക്കിൾ സദസ്സ് എന്ന പരിപാടിയിലൂടെ കവിയരങ്ങ്, കഥയരങ്ങ്, ഇതുപോലുള്ള പുസ്തക ചർച്ചകൾ എന്നിവയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നടത്തി വരാറുണ്ട്. പക്ഷേ സദസ്സിലേക്ക്, പ്രത്യേകിച്ച് പുസ്തക ചർച്ചയിലേക്ക് പങ്കാളിത്തം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നാമത് പുസ്തകം വായിക്കാത്തതുകൊണ്ടായിരിക്കാം. പുസ്തകം വായിച്ചില്ലെങ്കിലും ആ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ പുസ്തകത്തെ പറ്റിയുള്ള ഒരു ധാരണ സദസ്സിലുള്ളവർക്ക് കിട്ടുകയും അതുവഴി പുസ്തകം വായിക്കാനുള്ള പ്രേരണ അവർക്കുണ്ടാവുകയും ചെയ്യും എന്നതാണ് വാസ്തവം. നമ്മളിന്നിവിടെ 2 പുസ്തകങ്ങൾ, അത് രണ്ടും നമ്മുടെ കളിപ്പറമ്പുകാരായ 2 എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ്. ഒന്ന് ഡോക്ടർ PK രജീവിന്റെ ഉത്കണ്ഠ രാജ്യത്തെ കഴുതകൾ എന്ന കഥാസമാഹാരം. ഈ കഥാസമാഹാരം കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകുളമാണ് കളിപ്പുറം വെച്ച് പ്രകാശനം ചെയ്തത്. ഇദ്ദേഹം എഴുതിയ ഒട്ടേറെ കഥകൾ, പഴയകാലത്തും പുതിയ കാലത്തൊക്കെ എഴുതിയ കഥകൾ സമാഹരിച്ചാണ് വളരെ മനോഹരമായി ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കഥകളിലൂടെ കണ്ടുപിടിക്കുമ്പോൾ കഥയെപ്പറ്റി പറയുന്ന ആളുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദസിദ്ധിയുടെ കഴിവ് മനസ്സിലാക്കാൻ പറ്റും. നമുക്കെല്ലാം സുപരിചിതനായ ഡോക്ടർ കണ്ണൻ പുന്നക്കരയുടെ മകനാണ് രഞ്ജീവ്. കണ്ണൻ പുന്നക്കര ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠ സുഹൃത്തായിരുന്നു. ഇദ്ദേഹവും ഹോമിയോ ഡോക്ടറാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ സത്യസായി ഹോമിയോസ് ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നു. അവിടെയാണ് അദ്ദേഹവും സേവനം അനുഷ്ഠിക്കുന്നത്. ആ പ്രവർത്തനത്തിനിടയിലും അദ്ദേഹം എഴുതാൻ സമയം കണ്ടെത്തുന്നു, അതുപോലെ വരയ്ക്കാനൊക്കെ സമയം കണ്ടെത്തുന്നു. അതുപോലെ തളിപ്പറമ്പിലെ കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ പ്രവർത്തിക്കുന്നത് നമുക്കെല്ലാം ആശ്ചര്യം നൽകുന്നതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എനിക്കൊന്നും പറയുന്നില്ല, നമ്മുടെ ഉദ്ഘാടകമായി പറയും. രണ്ടാമത്തെ പുസ്തകം കണ്ണും തൊട്ടറിഞ്ഞു. ഇത് നമ്മുടെ സുപരിചിതനായ നമ്മുടെ ഇന്ത്യയുടെ ഉപദേഷ്ടാവ് കൂടിയായ PP മഹേശ്വരൻ മാസ്റ്റർ പുറത്തിറക്കിയ പുസ്തകമാണ്, എഴുതിയ പുസ്തകമാണ്. ഇത് 2024 നവംബർ 17 കളിപ്പുറയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കഥയുടെ കുലപതിയായ നമ്മുടെ പ്രിയപ്പെട്ട പപ്പേട്ടൻ T. പത്മനാഭൻ പ്രകാശനം ചെയ്ത പുസ്തകമാണ്. ഇതിന്റെ പ്രത്യേകത, മഹേശ്വരൻ മാസ്റ്റർ നമുക്കെല്ലാം അറിയുന്ന പോലെ മൂത്തേടത്ത് ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു. ആ അധ്യാപന കാലത്ത് അവിടെ പഠിച്ചത് അവിടുത്തെ വിദ്യാർത്ഥി കൂടിയാണ്. അപ്പോൾ ആ കാലത്ത് അദ്ദേഹം പരിചയപ്പെട്ട, കണ്ട, തൊട്ടറിഞ്ഞ വിദ്യാർത്ഥിമാരെയും സഹപ്രവർത്തകരെയും അദ്ദേഹം അനുസ്മരിക്കുകയാണ്. മണ്ണറിഞ്ഞു പോയ ആൾക്കാരെയാണ് അനുസ്മരിക്കുക. അതിൽ ഗുരുനാഥന്മാരുണ്ട്, അധ്യാപകരുണ്ട്, സഹപ്രവർത്തകരുണ്ട്, അതുപോലെ ക്ലാസ്മാരുണ്ട്. നമ്മുടെ കടമ്പേരിയുമായി ബന്ധപ്പെട്ട നമ്മുടെ മഞ്ഞൂരി കുഞ്ഞാമൻ മാസ്റ്ററെ പറ്റിയും, അതുപോലെ കാനൂരിലെ കുഞ്ഞാമൻ മാസ്റ്ററെ പറ്റിയും, അതുപോലെ നമ്മുടെ ചെറുവ പരിസരത്തെ മേളം വീട്ടിലെ നമ്മുടെ BB കുഞ്ഞാമൻ നായരെ പറ്റി, അദ്ദേഹത്തെ പറ്റിയൊക്കെ ഇതിൽ അവതരിപ്പിച്ചു. തൂലികാ ചിത്രങ്ങളാണെന്ന് പറയാം. ഈ പുസ്തകവുമായി ഞാൻ തുടക്കത്തിലെ ബന്ധപ്പെട്ടിരുന്നു. അതിന് ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. ഈ 2 പുസ്തകങ്ങളും നമ്മൾ വായിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ ലൈബ്രറിയിലുണ്ട്, നമ്മുടെ ലൈബ്രറിയിൽ. ഇനി വായിക്കാത്തവരുണ്ടെങ്കിൽ ഈ 2 പുസ്തകങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോകണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കടന്നു. നമ്മളിന്നിവിടെ ഈ സദസ്സിലെ പുസ്തകാസ്വാദന
സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ MB ഷാജിയാണ്. അദ്ദേഹം മാതമംഗലം TTIയിലെ അധ്യാപകനാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു 25 വർഷം മുമ്പ്, 26-27 വർഷം മുമ്പ് ഇവിടെ യുക്തിയിൽ വന്നിട്ടുണ്ട്. ഇവരെല്ലാം യുക്തിയിൽ മുമ്പ് വന്നവരാണ്. അദ്ദേഹം വന്നതിന് പ്രത്യേകത അധ്യാപകനാകുന്നതിന് മുമ്പ് രാമകൃഷ്ണന്റെ കുട്ടികളെന്താന്ന് തോന്നുന്നു അന്ന് കവിയരങ്ങി സംബന്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കവിതകൾ നമുക്കൊക്കെ എല്ലാവർക്കും ആസ്വാദകർക്ക് ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം കവി എന്ന നിലയിലാണ് അദ്ദേഹം എഴുതി തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം അധ്യാപന വൃത്തിയിലേക്ക് തിരിഞ്ഞു. ഷാജി മാഷ് കവി എന്ന നിലയിലാണ് ആദ്യം ശ്രദ്ധിക്കപ്പെട്ടതെങ്കിലും എനിക്ക് തോന്നുന്നു അദ്ദേഹം സാഹിത്യ നിരൂപകൻ എന്ന നിലയിൽ ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സാഹിത്യ നിരൂപണ ശാഖ ഇന്ന് മലയാളത്തിൽ വളരെ കുറവാണ്, അല്ലെങ്കിൽ നിരൂപകർ കുറവാണ്. പക്ഷേ ഷാജി മാഷ് കവിത, കഥ, നിരൂപണം ഇങ്ങനെ പല മേഖലയിലേക്ക് വ്യാപരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിന്തകൾ ചിതറിപ്പോകുന്നുള്ള സംശയമുണ്ട്. നേരെ പക്ഷെ അദ്ദേഹം നിരൂപണ രംഗത്ത് തന്നെ ഉറച്ചു നിന്നാൽ ഒരുപാട് ഇനിയും മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ സഹപ്രവർത്തകനായിരുന്നു. കാരണം ഞാൻ അതുകൊണ്ട് ടാഗോർ വിദ്യാലയത്തിൽ ഹെഡ് മാസ്റ്റർ ആയിരിക്കുമ്പോൾ അവിടെ അധ്യാപകനായിരുന്നു ഷാജി മാഷ്. അപ്പം അന്ന് അദ്ദേഹം എഴുതിയ ചില നിരൂപണങ്ങൾ എന്നെ കാണിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. കാരണം ഒന്ന്, മാധവൻ കുറച്ചേരി ഇത്രയും പ്രശസ്തനല്ലാത്ത കാലത്ത് മാധവൻ കുറച്ചേരിയുടെ കവിതകളെ പറ്റി അദ്ദേഹം ഒരു പഠനം എഴുതി അതെന്നെ കാണിക്കുന്നത് ഞാൻ വായിച്ചു നോക്കി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ സൂക്ഷ്മ നിരീക്ഷണവും ആ നിരൂപണ പാഠവും ഒക്കെ തെളിഞ്ഞു വന്നത്. അതിന് എതിർദിശ എന്ന പൈതൃകത്തിലെ മാസികയാണ് പ്രസിദ്ധീകരിച്ചത്. അതുപോലെ കലാകൗമുദി വാരികയിൽ അദ്ദേഹം നിരൂപണങ്ങൾ എഴുതിയിട്ടുണ്ടായി. അപ്പൊ ടാഗോറിൽ പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം NCERTയുടെ പാഠപുസ്തക രചനയുമായി ബന്ധപ്പെട്ടു, അതുപോലെ സോഴ്സ് ബുക്ക് രചനയുമായി ബന്ധപ്പെട്ടൊക്കെ തിരക്കിലായിരുന്നു. അജിത് ഫൗണ്ടേഷൻ അവാർഡ് ഉൾപ്പെടെ വിവിധ സാഹിത്യ അവാർഡുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ലളിതഗാനം എഴുതിയൊക്കെ മനസ്സിലാക്കുന്നത് ലളിതഗാന പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ബഹുമുഖ പ്രതിഭയാണ് ശ്രീ MB ഷാജി. ചുഴലിയാണ് സ്വദേശം. ഇപ്പം പറഞ്ഞതുപോലെ മാതമംഗലം TTI അധ്യാപകനാണ്. അദ്ദേഹം പല ഹൈസ്കൂളിലൂടെ ഗണിതശാസ്ത്ര അധ്യാപകനായി ഇപ്പം മാതമംഗലത്ത് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് കുറേ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ നിരൂപണ പുസ്തകം തന്നെ മലയാള കഥ മനസ്സിൽ ചവിട്ടി നിന്ന കാല പഠന ഗ്രന്ഥം, മലയാള ചെറുകഥി, ഈ 2 നിരൂപണ ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം എഴുതിയത്. കവിതാ നിരൂപണ പുസ്തകം ഇറങ്ങിയതായിട്ടുള്ള ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ കഥാസമാഹാരങ്ങളുണ്ട്. കടവുൾ സഹായം പടക്കൽ കമ്പനി ഒരു കഥാസമാഹാരത്തിന്റെ പേരാണ്. അതുപോലെ മാർജാലബന്ധം ഈ കഴിഞ്ഞ വർഷം 2025 ചിന്ത പബ്ലിഷേഴ്സ് ഇറക്കിയ പുസ്തകം ശ്രദ്ധിക്കപ്പെട്ട പുസ്തകമാണ്. അത് നർമ്മവും ഹാസ്യവും എനിക്ക് വഴങ്ങും എന്ന് ഷാജി തെളിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ നോക്കുക, ബേജാറും ബക്കറിയും. നമ്മുടെ ഗ്രാമ്യ ഭാഷ, നമ്മൾ പഴയകാലത്തെ ഭാഷ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ പഴയ ഭാഷ വീടുകളിൽ പോലും പ്രയോഗിക്കുന്ന ഈ പുതിയ തലമുറക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പിഞ്ഞാണം എടുത്തുകൊണ്ട് പോകാൻ ഇഷ്ടപ്പെടില്ല, പ്ലേറ്റ് തന്നെ പറയണം. ഈ രീതിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പം പഴയ ഗ്രാമ്യ ഭാഷകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ അദ്ദേഹം ആ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഒരുപാട് രസകരമായ സംഭവങ്ങളും അനുഭവങ്ങളും ഒക്കെയാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത്. അങ്ങനെ തൻ്റെ അനുഭവങ്ങളും തൻ്റെ ഭാവനയൊക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ട് ഇത്രയും പുസ്തകങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. ഇനിയും നല്ല പുസ്തകങ്ങൾ നമുക്ക് സമ്മാനിക്കും. ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യാനും പുസ്തകത്തെ പറ്റി പറയാനും ഒക്കെ എത്തിയ MB ഷാജി എന്ന ഷാജി മാഷെ സസന്തോഷം സ്വാഗതം ചെയ്യും.